ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കക്കുരു തോരൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഏറ്റവും ആദ്യം നമുക്ക് ചക്കക്കുരു ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിന് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കനം കുറച്ച് നമുക്ക് പീസാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ഇതെല്ലാം പീസാക്കിയതിന് ശേഷം ഒരു വട്ടം കൂടെ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ചക്കക്കുരു അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവാനായി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് വേവിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ വേവിക്കത്തൊന്നുമില്ല. അഥവാ ഈ വെള്ളം വറ്റിപ്പോയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. എല്ലാം ചക്കക്കുരുവിൻ്റെ വേവിൻ്റെ ഇതനുസരിച്ച് ഇരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞത്. അഥവാ വെള്ളം കുറവുണ്ടെങ്കിൽ അപ്പം വേവാൻ ബാക്കിയുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് വേവട്ടെ. ആ നേരം നമുക്ക് അതിന് വേണ്ടി അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മിക്സി ജാർ എടുക്കുക. ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് നമുക്ക് എങ്ങനെ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നെങ്കിൽ 2 ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ജീരകമോ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് നമ്മൾ ചതച്ചെടുത്താൽ മതി. അരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതേ കണ്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് നോക്കാം വെന്തോ ഇല്ലയോ എന്ന്. ചക്കക്കുരൊക്കെ വെന്ത് കഴിയുമ്പോൾ വേണം നമുക്കിതകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് വേവാതെ നമ്മൾ ഇട്ട് കൊടുക്കല്ല് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതേ കണ്ടോ, വെള്ളമൊക്കെ വെറ്റി പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ചക്കക്കുരു വെന്തില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാലും കുറച്ചും കൂടെ നേരത്തെ കൂടെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതേ നമുക്ക് നോക്കാം. ചക്കക്കുരൊക്കെ എൻ്റെ വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. അതേ കൈ കൊണ്ട് പൊട്ടിച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ തേങ്ങ ചതച്ച് വെച്ചെങ്കിൽ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ഞാൻ ഒരു ഇച്ചിരിയും കൂടെ ഉപ്പ് അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇട്ടിട്ടാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റേക്ക് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് തേങ്ങയൊന്ന് ചൂടായി വരുന്നത് മാത്രം സമയം മതി. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് ആക്കിയെടുക്കാം. എത്ര സിമ്പിളാണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വേറെ ഒന്നും ചോറിനോട് വേണ്ട. ഇച്ചിരി ചക്കക്കുരു മാത്രം തോരൻ കിട്ടിയാൽ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.